ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ ആദ്യ ദിനങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും പിന്നീട് വലിയ ബോട്ടുകളും ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോയി തുടങ്ങി. പ്രതീക്ഷിച്ച രീതിയിൽ മത്സ്യം ലഭിക്കുന്നില്ലെന്ന് കൊല്ലം നീണ്ടകരയിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട്. മീനിന് വില കൂടുന്നത് കച്ചവടക്കാരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മനോജ് നീണ്ടകരയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. കൊല്ലം നീണ്ടകര ഹാർബറിലാണ് വലിയ മത്സ്യബന്ധന ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായി ആഴക്കടലിലേക്ക് പോയിട്ട് തിരികെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ കിട്ടുന്നത് കിളിമീനാണ്. അതായത് ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ 52 ദിവസം കഴിഞ്ഞ് ആദ്യ ദിവസമൊക്കെ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അതിനുശേഷമാണ് ഈ ബോട്ടുകളൊക്കെ പോയി തുടങ്ങിയത്. എന്തായാലും മുൻപത്തെ പോലെ ഒരു ചാകര ഒന്നും ഇല്ല എന്നാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നത്. അതായത് മീനിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് കുറവാണ്. നമ്മൾ കാത്തിരിക്കുന്നത് പോലെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയൊന്നും മീൻ എത്തുന്നില്ല എന്നുള്ളതാണ് അല്ലേ? ഇത്തവണ വളരെ കുറവാണോ മീൻ എത്തുന്നത്? മീനിന് വളരെ കുറവല്ല, മീനുണ്ട്. പക്ഷേ അതിൻ്റേതായ വിലയുണ്ട്, നല്ല വിലയുണ്ട്. ആൾക്കാർ കണവ മെനങ്ങാവുന്ന 4 ദിവസം കണവ പണിയാണെന്ന് പറയുന്നത്. കണവ പണിയൊക്കെ നല്ല വിലയാണ്. നമ്മളെ പോലെ സാധാരണ പോലെയുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റില്ല, അത്രയും വിലയാണ്. ഇന്ന് തന്നെ കിളിക്ക് 40, 45, 50 കിലോ കിളിക്ക് 7000, 8000 രൂപയാണ്. ആൾക്കാർ പറയുന്നതും പത്രത്തിലൊക്കെ ഇടുന്നതൊക്കെ പറയുന്നത് ഭയങ്കര ചാകരയാണ് നീണ്ടകരയെന്നാണ്. അപ്പോൾ അത് നമ്മളെ പോലുള്ള സാധാരണ മീൻകാർക്ക് താങ്ങൂല. അവിടെ ചെല്ലുമ്പോൾ ജനങ്ങൾ പറയുന്നത് ഭയങ്കര ചാകരയല്ലേ, ഭയങ്കര മീൻ, ശരിക്കും മീനുണ്ട്, കണവ പണി കൊണ്ടുപോകാം, 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് എങ്ങനെ ഒക്കുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ്. അതായത് ഈ എത്തുന്ന മീനിന് വലിയ വിലയുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ വലിയ മത്സ്യബന്ധന ബോട്ടുകൾക്കൊപ്പം ചെറിയ വള്ളങ്ങളും മത്സ്യബന്ധനത്തിനായി പോകുന്നുണ്ട്. ഏറെ അപകട ഭീതിയൊക്കെ നിറഞ്ഞു നിന്ന സമയമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് മരണങ്ങൾ പോലും സംഭവിച്ചത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി പോവുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഉപജീവന മാർഗമാണ് ഈ മത്സ്യബന്ധനം എന്ന് പറയുന്നത്. 52 ദിവസം മറ്റ് ഒന്നും ചെയ്യാനാകാതെ നാട്ടിൽ പോയവരുണ്ട്, വീട്ടിലിരുന്നവരുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഈ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞാണ് അവർ ഈ കടലിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് അവർ കടലിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ കിളിമീനാണ് ആദ്യം എത്തുന്നത്. ആ കിളിമീനൊക്കെയാണ് ഇപ്പോൾ വിലയൊക്കെ പറയുന്നത്. ഈ കരിക്കാടി പോലെയുള്ള മീനുകളൊക്കെ ഇനി വരികയുള്ളൂ എന്നുള്ള കാര്യമാണ് അവരൊക്കെ പറയുന്നത്. എങ്ങനെയുണ്ട്? മീനുണ്ടോ? കടലുണ്ടോ? മീനൊക്കെ ഉണ്ടോ? അങ്ങനെ ഈ മത്സ്യത്തൊഴിലാളികളാണ്. അവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന ഒരുപാട് പേരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെ പ്രതീക്ഷയോടുകൂടി കടലിലേക്ക് പോകുന്ന ദിനങ്ങളാണ്. എന്തായാലും ഈ നീണ്ടകര ഹാർബർ വീണ്ടും സജീവമായി തുടങ്ങി. ട്രോളിംഗ് നിരോധനമൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. കച്ചവടക്കാരായാലും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളായാലും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഈ ദിനങ്ങളേറെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ ഓരോ പെട്ടികളിലായി അങ്ങനെ കിളിമീൻ കൊണ്ട് വച്ചേക്കുന്നുണ്ട്. അതിനെയൊക്കെ തൂക്കി ഇവിടെ നിന്നും മറ്റ് ഇടങ്ങളിലേക്ക് കച്ചവടത്തിനായി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ